അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആരോഗ്യം. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതിന് പല രൂപത്തിലും ചികിത്സകൾ നടത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിച്ചതുമാണ്. നമ്മുടെ രോഗത്തിന് ഡോക്ടർമാരുടെ അടുക്കൽ, ചികിത്സക്കാരുടെ അടുക്കൽ പോയി ചികിത്സിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുമാണ്. ഒരുപാട് രോഗങ്ങളുണ്ട്. അതിൽ ആത്മീയമായ രോഗമുണ്ട്, ശാരീരികമായ രോഗമുണ്ട്, മാനസികമായ രോഗമുണ്ട്. മാനസിക രോഗങ്ങൾക്ക് മനഃശാസ്ത്ര വിദഗ്ധരെ കാണിക്കലാണ് പതിവ്. ശാരീരികമായ അസുഖങ്ങൾക്ക് ഡോക്ടർമാരെ, അതല്ലെങ്കിൽ വൈദ്യന്മാരെ, അങ്ങനെയുള്ള ആളുകളെ സമീപിക്കലാണ് സാധാരണ പതിവ്. എന്നാൽ ആത്മീയമായി ചില രോഗങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോൾ കണ്ണേറ് കൊണ്ടാകാം, ചിലപ്പോൾ സിഹിറ് കൊണ്ടാകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ടാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആത്മീയമായിട്ടുള്ള വൈകല്യങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകാം. അതിന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയത് കൊണ്ടോ മനഃശാസ്ത്ര തജ്ഞരെടുത്ത് പോയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അത് ചികിത്സിക്കേണ്ടത് ആത്മീയമായ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന തങ്ങന്മാരുടെ അടുത്തോ, അതല്ലെങ്കിൽ അത് അറിയുന്ന ഏതെങ്കിലും ഉസ്താദന്മാരുടെ അടുത്തോ ആണ്. വളരെ ശ്രദ്ധിക്കണം. ഈ മേഖല വലിയ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലയും കൂടിയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ചികിത്സ നടത്തുന്നവരുണ്ട് എന്ന് മനസ്സിലായാൽ അത് ഏത് വിധത്തിലുള്ള ചികിത്സയാണ് അവർ നടത്തുന്നത്, അത് അല്ലാഹു തആല പൂർണ്ണമായി പൊരുത്തപ്പെട്ട ചികിത്സയാണോ, അതല്ലെങ്കിൽ ചെയ്യുന്ന ചികിത്സയിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമാകുന്ന രൂപത്തിലുള്ള ചില ത്വൽസമുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണോ എന്നത് നാം വിശദമായി പഠിക്കണം. എന്നിട്ട് മാത്രമേ ഒരു ചികിത്സാരിയെ നാം സമീപിക്കാൻ പാടുള്ളൂ. ഇന്ന് വ്യാപകമായി ചികിത്സകൾ, ആത്മീയ ചികിത്സകൾ നടക്കുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഹക്കായി ചെയ്യുന്ന, പരിശുദ്ധമായ ഖുർആൻ അടിസ്ഥാനമാക്കി ഹദീസിൽ വാരിദായി വന്ന ദിക്റുകൾ അടിസ്ഥാനമാക്കി അസ്മാഉൽ ഹുസ്ന പോലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ച്, അതല്ലെങ്കിൽ മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് അവരുടെ ഇസ്മുകൾ ചൊല്ലി പരിഹാരം കണ്ടെത്തുന്ന രൂപങ്ങൾ, അതല്ലെങ്കിൽ ഹിസ്ബുൽ ബഹർ, ഹിസ്ബുൽ നസ്ർ പോലുള്ള അത്ഭുതകരമായ ഷിഫാവിൻ്റെ, അതല്ലെങ്കിൽ മറ്റ് എല്ലാ തരത്തിലും മഹാന്മാർ എഴുതി വെച്ച മുജറബായ, മുഅല്ലമായ, അനുവദിക്കപ്പെട്ട ദിക്റുകളല്ലാത്ത ചില ത്വൽസമുകൾ ഉണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.
അത് ഏതൊക്കെ എന്ന് അത് പഠിച്ച ആളുകളിൽ നിന്ന് തന്നെ പോയി മനസ്സിലാക്കണം. ഏതെങ്കിലും ആളുകൾ ആരെങ്കിലും വന്ന് ഞാൻ ചികിത്സിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ചികിത്സക്ക് നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊന്ന്, ഒരുപാട് നമ്മുടെ സമ്പത്ത്, പൈസകൾ മറ്റും നഷ്ടപ്പെട്ടു പോകാനും അതോടൊപ്പം നമ്മുടെ ഈമാന് നഷ്ടപ്പെട്ടു പോകാനും ഈ സംഭവം ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നം എന്താണ്? ശാരീരികമായ പ്രശ്നമാണ് വന്നതെങ്കിൽ അത് ഡോക്ടറെ തന്നെ കാണിക്കുക. എന്നിട്ട് മാറ്റമില്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ സമീപിക്കുക. അങ്ങനെ മാറ്റമില്ലാതെ വരുമ്പോൾ അത് അടുത്തുള്ള തങ്ങന്മാരുടെ അടുക്കലോ ഉസ്താദുമാരുടെ അടുക്കലോ പോയി എന്താണ് അസുഖം, ഇത് എന്ത് കാരണം കൊണ്ടാണ് വന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അത് പൂർണ്ണമായി ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ലെങ്കിലും ചില സാധ്യതകൾ മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അത് ഖുർആനിലെ ചില ആയത്തുകൾ ഓതി, അതല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ വെറ്റിലയിൽ ഖുർആനിൻ്റെ ചില ആയത്തുകൾ എഴുതി കണ്ടുപിടിക്കുന്ന രൂപം, അങ്ങനെ തുടങ്ങി മഹാന്മാർ പല രൂപത്തിലും ചില മുജറവായ രൂപത്തിൽ, ഹലാലായ രൂപത്തിൽ ഒരു രോഗനിർണയം നടത്താറുണ്ട്. അങ്ങനെ നടത്തുന്ന ആളുകളുടെ അടുക്കൽ സമീപിച്ച് പൂർണ്ണമായും ഖുർആന് കൊണ്ടും മുജറബായ ദിക്ർ സ്വലാത്ത് കൊണ്ട് മുഅല്ലമായ അസ്മാഉൽ ഹുസ്ന പോലുള്ള പവിത്രമായ പേരുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ചികിത്സ നടത്തുന്നവരാണെങ്കിൽ അവരെ സമീപിക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഫലം ലഭിക്കാൻ കാരണമാകും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇത് മനസ്സിലാക്കുക. കൂടുതൽ ആളുകളെ സമീപിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ചികിത്സാരിയെ സമീപിക്കുക. ഇൻഷാ അല്ലാഹ് ഈ അടുത്തായി സാധുവായ ഞാൻ ചെറിയ രൂപത്തിലുള്ള ചികിത്സ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇജാസത്തും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് എന്നെ സമീപിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഞാൻ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ പൊരുത്തം ആഗ്രഹിച്ച്, അള്ളാഹുവിൻ്റെ റിള ആഗ്രഹിച്ച് കൊണ്ട് തന്നെ ഞാൻ ചെയ്ത് അൽഹംദുലില്ലാഹ് പലർക്കും ഫലം കിട്ടി. എന്നെ വാട്സാപ്പിലൂടെയും ഫോണിലൂടെയും വിളിച്ച് സന്തോഷം പങ്കുവെച്ച പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഹലാലായ രൂപത്തിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ചികിത്സ ഇൻഷാ അല്ലാഹ് എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ ചെയ്തു തരും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കാൻ മടിക്കണ്ട. പിന്നെ വലിയ പൈസയും ചിലവൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിളിക്കാതിരിക്കണ്ട. സമ്പത്ത് അള്ളാഹ് തരുന്നതാണ്, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് പൈസ വിചാരിച്ച് ആരും വരാതെ ഇരിക്കണ്ട. എനിക്കതൊരു വിഷയമല്ല. പിന്നെ നിങ്ങൾ വന്ന് നിങ്ങളെ പ്രയാസം മാറുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ വീഡിയോകൾ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് ഇടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ശ്രദ്ധിക്കുക.
ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ അറിയിക്കുക ഇൻഷാ അള്ളാഹ്. അതുപോലെ എൻ്റെ ഈ ചാനൽ ലൈക്ക് അടിച്ച് സന്തോഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ പൊരുത്തമാണെങ്കിൽ ലൈക്ക് അടിക്കുക ഇൻഷാ അള്ളാഹ്. കാരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്ന കാര്യം അത് ഹക്കാണോ, അതല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഉലമാക്കളൊക്കെ കാണുമ്പോൾ അത് തിരുത്തി തരാനും കൂടിയാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് ഇൻഷാ അള്ളാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.